ഡൺസനച്ചൻ വിനയത്തിൻ്റെ സിംപ്ലിസിറ്റിയുടെ ഉദാത്തമായ ഒരു മാതൃകയാണ്. ഞാനത് ഓർക്കുക, നെവിഷേറ്റിലായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് രാവിലെ കുർബാന കഴിഞ്ഞ് കാപ്പിക്ക് മുൻപ് 1 മണിക്കൂർ തോട്ടപ്പണിയുണ്ട്. ഈ തോട്ടപ്പണിയിൽ പ്രധാനമായിട്ടും കുരുമുളക് നടിലാണ്. അതിന് ഞങ്ങൾക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകി നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഡൺസനച്ചനാണ്. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പിക്കാക്സ് എടുത്ത് കുത്തിയപ്പോൾ അതിൻ്റെ ഒരറ്റം അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ട് മുറിവുണ്ടായി, ധാരാളം രക്തം അവിടെ ഒഴുകി. പക്ഷെ അച്ഛൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അച്ഛൻ അവിടെ നിന്ന് പോയി. ഞങ്ങളോട് പണി തുടരാനായിട്ട് ആവശ്യപ്പെട്ടു. ഞങ്ങളങ്ങനെ പണി കഴിഞ്ഞ് ആ കുളി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് വന്നപ്പോൾ എൻ്റെ മുറിയുടെ നേരെ മുൻപിലാണ് അച്ഛൻ്റെ മുറി. വാതിൽ തുറന്നു കിടന്ന കാരണം ഞാനൊന്ന് അച്ഛൻ എന്തുണ്ട് എങ്ങനെയുണ്ടെന്നറിയാനായിട്ട് മുറിയിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം ഒരു ബെഞ്ചിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശിരസിലുണ്ടായ മുറിവിൽ അദ്ദേഹം തെങ്ങിൻ്റെ മുരി വെച്ച് അങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. ഇത് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ് അദ്ദേഹം വിശുദ്ധനായ ഒരു വൈദികനാണ്. ഒരു ദിവസം എനിക്ക് അസുഖമായിട്ട് ഛർദി പിടിച്ച് ഭക്ഷണമൊന്നും കഴിക്കാൻ വരാഞ്ഞിട്ട് ഞാൻ മുറിയിൽ കിടക്കുകയാണ്. വളരെയധികം വേദനയോടുകൂടി വേദനയെടുത്ത് കിടക്കുമ്പോൾ ഡൺസനച്ചൻ എൻ്റെ മുറിയിലേക്ക് വന്ന് എന്നോട് വിശേഷങ്ങൾ പറഞ്ഞ് ഒരു മരുന്ന് കൊണ്ടുവന്ന് എനിക്ക് എൻ്റെ പുറമൊക്കെ ഒഴിഞ്ഞു തന്ന് പതുക്കെ വായിലേക്ക് ഒഴിച്ചു തന്ന് എന്നെ ആശ്വസിപ്പിച്ച് എൻ്റെ അസുഖത്തിന് ഭേദമാകുന്ന രീതിയിലുള്ള ഒരു വാത്സല്യം അച്ഛൻ പ്രകടമാക്കി. അത്രയും വേദനിച്ച് കിടക്കുന്ന സമയത്ത് അച്ഛൻ്റെ പിതൃസഹജമായൊരു സ്നേഹം, ഒരു വാത്സല്യം എന്നോടൊപ്പമായിരുന്നു. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ആ ഛർദ്ദിക്കുന്നതിൽ നിന്ന് എന്നെ മാറ്റിയെടുക്കാനായിട്ട് പോലും അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്രയും ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു അത്. ഈ ഒരു അനുഭവം ഇന്നും മനസ്സിൽ ഓർമ്മകളായിട്ട് നിലനിൽക്കുകയാണ്. മറ്റുള്ളവരെ വളർത്തുന്ന ലാളിത്യത്തിൻ്റെ മഹനീയമാകിയ ഒരു മാതൃകയാണ്. ഒരിക്കൽ ഞാൻ വിഷയത്തിലായിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ 2 ഗ്രൂപ്പ് തിരിച്ച് മത്സരങ്ങൾ നടക്കുകയാണ്. അങ്ങനെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ലളിതഗാനം അവിടെ അവതരിപ്പിച്ചു. പാട്ട് കഴിഞ്ഞ് എൻ്റെ സ്ഥലത്ത് വന്നിരുന്നപ്പോൾ അച്ഛൻ വന്ന് പുറകിൽ തട്ടി എന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോൻ്റെ പാട്ട് വളരെ മനോഹരമായിരുന്നു, വളരെ ഹൃദ്യമായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അത് എന്നും മകൻ്റെ കയ്യിൽ ആ ഒരു കഴിവ് വികസിപ്പിക്കാനുള്ള എല്ലാ കാര്യവും ചെയ്ത് മിടുക്കനായിട്ട് വരണം. പബ്ലിക്കായിട്ട് അങ്ങനെ പറയാനായിട്ട് സഭയുടെ നിയമങ്ങളൊന്നും വന്ന് അനുവദിക്കുന്നില്ല. എന്നിരുന്നാലും മോനോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ പറയുകയാണ്, ഏറ്റവും മനോഹരമായിട്ട് പാട്ട് കാണും. എനിക്കന്ന് പ്രചോദനം നൽകിയത് ബഹുമാനപ്പെട്ട ഡൺസനച്ചൻ്റെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രോത്സാഹനമായിരുന്നു. അതിന് അദ്ദേഹത്തെ ഇപ്പോൾ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്.